ചരിത്രപ്രസിദ്ധമായ ആനയടി പൂരം ഇന്ന് ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. മേളപ്പെരുക്കത്തോടെ ആവേശത്തിമിർപ്പിലാണ് ആനയടി ഗജമേള നടക്കുക. പഴയിടം നരസിംഹസ്വാമിക്ക് മുന്നിൽ വണങ്ങി കൊയ്ത്തൊഴിഞ്ഞ വയലിൽ ഗജവീരന്മാർ അണിനിരക്കും. ജനസാഗരമാണ് ആനയടിയിലേക്ക് ഒഴുകിയെത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, അവസാനവട്ട ഒരുക്കങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വിഷ്ണു, ഇപ്പോൾ തന്നെ ക്ഷേത്രത്തിലേക്ക് നിരവധി ആളുകൾ എത്തിക്കഴിഞ്ഞു. ഈ പൂരപ്രേമികളായിട്ടുള്ള അതോടൊപ്പം തന്നെ ആനപ്രേമികളായിട്ടുള്ള ഒരുപാട് പേരാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആനയടി പഴയിടം ഈ നരസിംഹ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ്. ഇതിന് സമീപമാണ് ഈ ഗജമേള നടക്കുന്നത്. വൈകിട്ടോടുകൂടി തന്നെ 40ഓളം ആനകൾ ഇങ്ങോട്ടേക്ക് എത്തും. അത് എഴുന്നള്ളത്തായാണ് ഓരോ ഭാഗത്തു നിന്നും എത്തുന്നത്. ഓരോ സമിതികളും അങ്ങനെ ആനകളെ എഴുന്നള്ളിച്ച് ഈ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിക്കും. അതിനുശേഷമാണ് ഈ വയലിലേക്ക് ഇറങ്ങുക. എന്തായാലും ഇപ്പോൾ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ ദേവൻ്റെ ഗ്രാമപ്രദക്ഷിണം ഇന്ന് നടക്കുന്നുണ്ട്. അത് ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കിപ്പോൾ ഈ ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തിടംപേറ്റിയ ഗജവീരന്മാർ അങ്ങനെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പോഴേ അതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ, അതായത് ഈ ഗജമേളയുടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വൈകിട്ടോടുകൂടി തന്നെ മേളപ്പെരുക്കത്തോടെ ഇന്ന് ഈ കൊയ്ത്തൊഴിഞ്ഞ വയലിൽ ഈ ഗജവീരന്മാർ അണിനിരക്കും. അതിനൊപ്പം തന്നെ ആവേശത്തോടെ ജനങ്ങളും അങ്ങനെ കാത്തിരിക്കുകയാണ് ഈ ഗജമേളയുടെ ഭാഗമാകുവാൻ വേണ്ടി. സാധാരണ നമ്മൾ ഈ മധ്യ കേരളത്തിലൊക്കെ തൃശ്ശൂർ പൂരമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ആനയടി പൂരം എന്ന് പറയുന്നത് ഈ പ്രസിദ്ധമാണ്. പക്ഷേ അത് ലോകമെമ്പാടും അറിയുന്ന തരത്തിലേക്ക് മാറുന്നത് നമ്മൾ ഇത്തരത്തിൽ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴാണ്. അങ്ങനെയാണ് ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പഴയ കാലം തൊട്ട് തന്നെ ഈ ആനയടി പൂരം ഏറെ പ്രസിദ്ധമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആനകൾ പങ്കെടുക്കുന്ന ഒരു ഗജമേള കൂടെയാണ് ഈ ആനയടി പൂരം. ഈ ഗജമേളയ്ക്ക് ശേഷമാണ് ആറോട്ടോടുകൂടി ഈ ഉത്സവത്തിന് സമാപനമാകുക. എന്തായാലും ഈ മേളം, അതായത് പാണ്ടിമേളം അടക്കമുള്ള വാദ്യമേള ഘോഷങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ഗജവീരന്മാർ, പ്രസിദ്ധമായിട്ടുള്ള ഓരോ ആനകളും ഈ ഗജമേളയുടെ ഭാഗമാകും. എന്തായാലും ക്ഷേത്രത്തിനകത്തിപ്പോൾ ഈ ഗ്രാമപ്രദക്ഷിണമാണ് ഇനി നടക്കുന്നത്. അത് ദേവൻ്റെ തിടംപേറ്റിക്കൊണ്ട് ഓരോ ഗജവീരന്മാരായി അങ്ങനെ മുന്നോട്ട് പോകും. എന്തായാലും അതിൻ്റെ ഒരുക്കങ്ങളിലാണ്, അവസാനഘട്ട ഒരുക്കങ്ങളിലൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഭരണസമിതി അംഗങ്ങളടക്കം ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് നിരവധി പേരാണ് ഉള്ളത്. ഈ ഒരു ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഗ്രാമപ്രദക്ഷിണം ആരംഭിച്ചു ആരംഭിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഈ എത്ര മണിയോടുകൂടിയാണ് മറ്റ് ആനകൾ സമിതികളുടെയും മറ്റ് വീട്ടുകളിൽ നിന്ന് വരുന്ന ആനകൾ പിന്നെ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 2-3 ബാക്കി ഇപ്പം വന്നുകൊണ്ടിരിക്കുക. ഒരു മണിക്കൂറിനുള്ളിൽ മിക്കവാറുള്ള ആനകളെല്ലാം എത്താനാണ് സാധ്യത. തീർച്ചയായാണ് ഉടനെ വന്നു തുടങ്ങുന്നത്. എഴുന്നള്ളത്ത് 6 മണിയോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. അപ്പോൾ ജനങ്ങളും അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കും. അതെ ആ വലവൃദ്ധം ജനങ്ങളാണ് നാനാഭാഗങ്ങളിൽ നിന്നും ആനയടി ക്ഷേത്രത്തിലേക്ക് ഒഴുകി എത്തുന്നത്. തീർച്ചയായും അതുതന്നെയാണ്. ഓരോ ഭാഗത്തു നിന്നും എത്തുന്ന ആനകൾ അതോടൊപ്പം ഈ സമിതികളുടെ നേതൃത്വത്തിലാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. എന്തായാലും ഈ ആനയടി അപ്പു ആണല്ലോ സാധാരണയായി തിടം പറ്റുന്നത്. ഇത്തവണയും അത് തന്നെ ആന തന്നെ ആനയടി അപ്പു തന്നെയാണ് തിടം പറ്റുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രസിദ്ധമായ ആനകൾ ഏതൊക്കെയാണ്? മറ്റ് പ്രസിദ്ധമായ ആനകൾ കുറവാണ് ഇപ്രാവശ്യം. ചിറക്കൽ കാളിദാസനും അതുപോലുള്ള ആന കേശവന് ഇങ്ങനെയുള്ള ആനകളൊക്കെ ഉണ്ട്. ബാക്കി ഇപ്പം ഇത് മകരച്ചൊവ്വ ആയതുകൊണ്ട് വടക്കം വഴിക്കാണ് ഉത്സവങ്ങളുള്ളത് കൊണ്ട് ഇപ്രാവശ്യം നമുക്ക് ആന കുറവാണ്. മറ്റെല്ലാ പ്രാവശ്യവും 60-65 ആന കാണുന്നതാണ്. ഇപ്രാവശ്യം 40-ൽ പരം ആനകൾ ഉണ്ടെന്നാണ് ഞങ്ങളുടെ അറിവ്. ഞങ്ങൾക്ക് കിട്ടിയ അപേക്ഷ അനുസരിച്ചുള്ള അറിവ്. തീർച്ചയായും അതുതന്നെയാണ്. അതോടൊപ്പം തന്നെ ഫോറസ്റ്റിൻ്റെയും മറ്റ് വിവിധ വകുപ്പുകളുടെയും ഒക്കെ സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ആനകൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റൊക്കെ നൽകിയാണ് ഈ ഗജമേളയുടെ ഭാഗമാകുന്നത്. അതോടൊപ്പം പോലീസും ഈ ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരുക്കങ്ങളിലാണ് പോലീസ് ഉദ്യോഗസ്ഥരും. ഇപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിന് ഉള്ളിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഓരോ ഗജവീരന്മാരായി തിടംപേറ്റി മുന്നോട്ട് പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഗ്രാമപ്രദക്ഷിണം ആരംഭിച്ചിരിക്കുന്നു. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആനയടി പൂരം എന്നത് ഈ കൊല്ലം ജില്ലയിലെ ശൂരനാടിന് സമീപമാണ് നടക്കുന്നത്. ഈ ക്ഷേത്രത്തിന് ചരിത്ര പ്രാധാന്യം ഏറെയുണ്ട്. അതായത് ഈ ക്ഷേത്രം ഉണ്ടായതിൻ്റെ ഐതിഹ്യം പറയുന്നത് പണ്ട് മലബാറിൽ നിന്നും അനന്തപുരിയിലെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് മുറജപത്തിന് പോയിട്ടുള്ള ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഈ ആനയടിയിലെ നെയ്തൻശ്ശേരി മഠത്തിൽ വിശ്രമിച്ചതായും അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ ബിംബത്തെ
കൂടാതെ ഈ മഠത്തിൽ വയ്ക്കുകയും ചെയ്തുവെന്നും പിറ്റേന്ന് രാവിലെ തേവാരം കഴിഞ്ഞ് അദ്ദേഹം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കാനായി ഒരുങ്ങിയപ്പോൾ തൻ്റെ ഉപാസനാമൂർത്തിയെ അദ്ദേഹത്തിന് അവിടെ നിന്നും എടുക്കാനായില്ല എന്നും തുടർന്ന് അത് അവിടെ തന്നെ വെച്ച് പൂജിക്കണമെന്ന് നിർദ്ദേശമുണ്ടാകുകയും ആരാധനയുടെ ഫലമായി ഉപാസനാ വിഗ്രഹമായിട്ടുള്ള ചതുർബാബു വിഷ്ണു നരസിംഹമൂർത്തിയുടെ ഉഗ്രശക്തി ആർജിച്ചതായി കണ്ടു. തുടർന്ന് ഈ പ്രശ്നവിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ മഠത്തിലെ പറമ്പിൻ്റെ പടിഞ്ഞാറുള്ള ഒരു ഉയർന്ന ഭാഗത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ച് ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഈ ക്ഷേത്രം ഉണ്ടാകുന്നത്. എന്തായാലും ഈ ക്ഷേത്രത്തിന് സമീപമുള്ള വയലിലാണ് ഈ ആനകളൊക്കെയും അണിനിരക്കുക. അവിടേക്ക് നമുക്ക് നോക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മറ്റു വകുപ്പുകളൊക്കെ ചേർന്നുകൊണ്ട് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ശക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഈ ആനകളെ വരവേൽക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ആനപ്രേമികളും ഉത്സവപ്രേമികളുമാണ്. അതിൻ്റെ എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഓരോരുത്തരും അങ്ങനെ കാത്തിരിക്കുകയാണ് ഈ ആനകളെ വരുന്നതും കാത്ത്. നേരത്തെ വന്നായിരുന്നോ? എല്ലാ തവണയും വരുന്നതാണ്? അല്ല, ആദ്യ തവണയാണ്. ഇനി ആ പൂരം കാണാൻ വേണ്ടി ഇരിക്കുകയാണ്? അല്ല, ഇവിടെ തന്നെ എല്ലാ തവണയും പങ്കെടുക്കാറുണ്ട്? ഞങ്ങൾ കരുനാപ്പള്ളിയിൽ നിന്ന് വരുന്ന എല്ലാ തവണയും പങ്കെടുക്കാറുണ്ട്. എങ്ങനെയാണ് ഈ ആനയടി പൂരത്തെ കുറിച്ച് പറയുമ്പോൾ? ആനയടി പൂരം എത്തരത്തിലാണ്? പൊതുവെ ശാന്തവും നല്ല ഇതിൽ കാണാൻ പറ്റുന്ന ഒരു ഇടമാണിത്. ഇത്രയധികം ആനകളെ ഒരുമിച്ച് കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ആന കുറവാണ്. നേരത്തെയൊക്കെ ആണെങ്കിൽ 70-80 ആനയൊക്കെ 100 ആനയൊക്കെ വന്നിട്ടുണ്ട് ഒരു 10 കൊല്ലത്തിന് മുമ്പൊക്കെ. ഇപ്പോൾ ആനയ്ക്ക് ക്ഷാമവും മറ്റ് നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ആനകളൊക്കെ കുറവായതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ആനകളൊക്കെ ഉണ്ട്. ആനകൾ കുറവാണ്, നാട്ടാനകൾ കുറവാണ്. അതിൻ്റെ പേരിലാണ് ഇവിടെ 1500 ആനകളോളം ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നാട്ടാനെ കിട്ടാനില്ലാത്തതിൻ്റെ പേരിൽ 40-50 അങ്ങാണ്ട് ചുരുക്കിയിട്ടുണ്ട്. തീർച്ചയായും അതുതന്നെയാണ്. ഒട്ടേറെ ആനകൾ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലം കൂടെയാണ്. ഇപ്പോൾ നിയമപ്രശ്നങ്ങളടക്കം പറയുന്നുണ്ടെങ്കിൽ പോലും വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ജനങ്ങളൊക്കെയും ഉള്ളത്. കാരണം ഇനിയുള്ള മണിക്കൂറുകളെന്ന് പറയുന്നത് ഈ ആനകളെല്ലാം തന്നെ ഈ സ്ഥലത്തേക്കെത്തും. അതായത് നമുക്കിപ്പോൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ജനങ്ങൾ അങ്ങനെ കാത്തിരിക്കുന്നുണ്ട്, ഓരോരുത്തരായി അങ്ങനെ എത്തുന്നുണ്ട്. തന്നെയാണ് ചരിത്ര പ്രസിദ്ധമായ ഗജമേള കാണാനായി നിരവധി ആളുകളാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. എം മനോജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.